എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? തിരിച്ചടി അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്. അത് പക്ഷേ പരമാവധി ഒരു അതിർത്തിയിലെ ഒരു നിയന്ത്രിത ആക്രമണം എന്നതിനപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ല. അതെ, ഞാൻ പറഞ്ഞത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പരിമിതമായ എൻ്റെ വായിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറയുന്നത്, ഇന്ത്യ തിരിച്ചടി നൽകണം, പക്ഷെ പറഞ്ഞിട്ടല്ല. പറഞ്ഞിട്ട് നൽകുമ്പോൾ റാമിഫിക്കേഷൻസ് കൂടുതലാണ്. ഇന്ത്യ ഇതിനു മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിക്കേണ്ട സമയത്ത് പാകിസ്ഥാന് കൊടുക്കേണ്ട മെസ്സേജ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അത് പല രീതി പറഞ്ഞിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഫോറിൻ പോളിസിയുടെ ഏറ്റവും വലിയ അപകടം, ഇഫ് വി സ്റ്റാർട്ട് പ്ലേയിങ് ഇൻ ദ ഡൊമസ്റ്റിക് കോൺസ്റ്റിറ്റ്യുവൻസി, അവിടെയാണ് അപകടം കിടക്കുന്നത്. കാരണം നമുക്ക് കാശ്മീരിൽ ശാന്തി ഉണ്ടാക്കാൻ കഴിയാതെ പാകിസ്ഥാനെ എഫക്റ്റീവായി നേരിടാൻ കഴിയില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗർബല്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കാര്യമില്ല. ഇപ്പോൾ കാശ്മീരിലെ ആളുകൾ മുഴുവൻ നിങ്ങൾ കോൺഫിഡൻസിലെടുത്തോ, വി ക്യാൻ ചാലഞ്ച് പാകിസ്ഥാൻ ടു എനി എക്സ്റ്റെൻറ്റ്. ഇല്ലെങ്കിൽ വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഡു ദാറ്റ്. നമുക്ക് വാറിന് പോകാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു നോട്ട് ഓഫ് കോഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫോറിൻ പോളിസി ഡൊമസ്റ്റിക് കോൺസ്റ്റിറ്റ്യുവൻസി അഡ്രസ്സ് ചെയ്യാനുള്ളതല്ല. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നും ആവേശത്തെക്കാൾ ഉപരി ഈ രാജ്യം ആവശ്യപ്പെടുന്നത് വിവേകമാണ്. പക്ഷേ അത് ഇതുവരെ കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ആ ഒരു വിവേകം ഉണ്ടായിരുന്നു എന്ന തോന്നലാണ് ഉണ്ടായത്. കാരണം പഠാൻകോട്ട് ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം എസ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ എം എസ് കുമാർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചതാണ്, പഠാൻകോട്ട് ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ അവിടെ നിന്നൊരു അന്വേഷണ സംഘം ഇവിടേക്ക് വരുന്നു എന്നതിനെ സ്വാഗതം ചെയ്യുകയും കൃത്യമായി അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്ന് എന്ന നിലപാട് വിദേശകാര്യ മന്ത്രാലയത്തെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അത് കഴിഞ്ഞ് അധിക കാലമായിട്ടില്ല ഉറിയിലെ ആക്രമണം ഉണ്ടാവുന്നത്. പാകിസ്ഥാനെ വിശ്വാസത്തിലെടുക്കുന്നു, യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ വിശ്വാസത്തിലെടുക്കുന്നത് കൊണ്ട് തന്നെയാണോ, അതോ അദ്ദേഹത്തിൻ്റെ ശൈലിയിലുണ്ടായ, അദ്ദേഹത്തിൻ്റെ നയത്തിലുണ്ടായ, നയതന്ത്ര നീക്കങ്ങളിലുണ്ടായ പാളിച്ചയാണോ? എങ്ങനെയാണ് അതിനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടത്? ഇപ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ. പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചത് ഒരു പൊതുയോഗത്തിലാണ്. ഒരു പൊതുയോഗത്തിൽ പ്രധാനമന്ത്രിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, എന്നാൽ വരികൾക്കിടയിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാകും വിധം വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ എന്താ ശ്രീ മാത്യു കുഴൽനാടനും ശ്രീ എം പി രാജേഷും ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളിപ്പോൾ യുദ്ധം ചെയ്യും, പാകിസ്ഥാനെ തകർക്കും, തരിപ്പണമാക്കും എന്നൊക്കെ കോഴിക്കോട്ടെ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും എന്നാണോ ഇവർ കരുതിയത്? അത് അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു പ്രധാനമന്ത്രി ഉറി സംഭവത്തിന് ശേഷം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ പ്രധാനമന്ത്രി ആ സംഭവം പരാമർശിക്കാതെ പോയിരുന്നെങ്കിൽ എന്താകും വിഷയം, എന്താകും ചർച്ച? അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ആ പറച്ചിലിൽ പ്രധാനമന്ത്രിയുടെ ആ സ്ഥാനത്തിരുന്നു കൊണ്ടുള്ള പരിമിതികളെ മറച്ചു വയ്ക്കുകയും വരികൾക്കിടയിലൂടെ കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിക്കുകയും ചെയ്ത ഒരു ദൃഢമായ പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ ആ നിലയിൽ കാണുന്നതിന് പകരം അതിനെയും ദയവായി വിമർശിക്കരുത്. ഇന്ത്യ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ സൈന്യത്തിൻ്റെ പുറകിലുണ്ട്. ആ സൈന്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഈ ഉറിയിലെ അക്രമത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം തയ്ച്ചവരുടെ അധ്വാനവും അവരുടെ രക്തസാക്ഷിത്വമൊന്നും വൃഥാവിലാകില്ല. ഉചിതമായ സമയത്ത് തക്കതായ നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കും. ഇതൊക്കെ അല്ലാതെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ എന്താ പറയേണ്ടത്? വേറെ എങ്ങനെയാണ് സൂചനകൾ നൽകേണ്ടത്? അതുകൊണ്ട് വളരെ വ്യക്തമായി പാകിസ്ഥാനെ മനസ്സിലാവും, പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മനസ്സിലാവും അപകടത്തിലേക്കാണ് ഞങ്ങളുടെ നേതാക്കന്മാർ നയിച്ചുകൊണ്ട് പോകുന്നത് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകത്തക്ക വണ്ണമുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ലോകം വളരെ ആദരവോടുകൂടി കേൾക്കുന്ന പ്രസംഗമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. ലോകം മുഴുവൻ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രസംഗത്തിലെ ആ പക്വതയും ആ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള കർശനമായ നിലപാടും ഒട്ടും അയവ് കാണിച്ചില്ല, ഒട്ടും മയപ്പെടുത്തിയിട്ടില്ല. അതേസമയം പാകിസ്ഥാൻ ജനങ്ങളോടല്ല ഞങ്ങളുടെ യുദ്ധമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ യുദ്ധം ചെയ്യേണ്ടത് ദാരിദ്ര്യത്തോടാണെന്ന് സൂചിപ്പിച്ചു. അവരുടെ ഇത്രയും കാലം നേടിയിട്ടുള്ള കോട്ടങ്ങളെ എണ്ണി പറഞ്ഞു. ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തി. ഇതെല്ലാം പാകിസ്ഥാൻ ജനതയ്ക്കും പാകിസ്ഥാൻ ഭരണകൂടത്തിനും ചിന്തിക്കാൻ വക നൽകുന്നതാണ്. ലോകത്തെ ബോധ്യപ്പെടുത്താതെ, ലോകത്തിനെ നമ്മുടെ ഭാഗത്തേക്ക് എത്തിക്കാതെ വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനുള്ള ശ്രമങ്ങളിൽ പാകിസ്ഥാൻ ജനത കൂടി നമ്മുടെ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഭരണാധികാരിയുടെ പക്വതയായി കാണണ്ടേ, ഒരു ഭരണാധികാരിയുടെ ദീർഘദൃഷ്ടിയായി കാണണ്ടേ? ഒരു പൊതുയോഗ പ്രസംഗത്തിൽ ഇതിനപ്പുറം എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, പക്ഷേ കേവലം ഒരു പൊതുയോഗ പ്രസംഗമായി മാത്രം അതിനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ആദ്യമായി പ്രതികരിക്കുകയാണ് ഉറിയ ഭീകരാക്രമണത്തിന് ശേഷം. മാത്രമല്ല, ഇത് വളരെ കൃത്യമായി ഈ ഒരു ഉദ്ദേശത്തിൽ ഈ നിലയ്ക്ക് ഒരു മറുപടി ഉണ്ടാകും എന്ന വ്യക്തത ഇതിനു മുമ്പ് തന്നെ എല്ലാവർക്കും കൈവന്നിരുന്നു. കാരണം നേരത്തെ തന്നെ PIBയുടെ കൃത്യമായ നിർദ്ദേശം ഇത് പൂർണ്ണമായും സംപ്രേഷണം ചെയ്യണമെന്നത് അടക്കമുള്ള നിർദ്ദേശം മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു.
അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രസംഗമാണ്. തീർച്ചയായും ആദ്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലോകരാഷ്ട്രങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രസംഗം തന്നെയായിരിക്കാം ഇത്. അങ്ങനെയുള്ള ഒരു പ്രസംഗത്തിലാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന വിമർശനം ഈ നിലയ്ക്ക് ഈ ആവേശത്തോടെയുള്ള ഒരു പ്രസംഗം നൽകുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഒരുപക്ഷെ അവിടെ ഒരു ആക്രമണമൊക്കെ ഉണ്ടായാലും, ഇപ്പോൾ പഷ്തൂണിൻ്റെ കാര്യമായാലും ബലൂചിസ്ഥാൻ്റെ കാര്യമായാലും ഒക്കെ എടുത്തു പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ ഒരു ആക്രമണമൊക്കെ ഉണ്ടായാൽ ഇത് നമ്മുടെ നിലപാടുകളെ അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള നീക്കങ്ങളെ പിന്നോട്ടടിക്കുമോ എന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. അങ്ങനെയല്ല, ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രസംഗം ഒരു പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നടത്തുമെന്ന് കരുതാൻ ന്യായമില്ല. അതിനൊക്കെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിലെല്ലാം വ്യക്തമല്ലേ? അതല്ല എല്ലാം ഇന്ന് പ്രഖ്യാപിക്കണമെന്നൊരു വാശിയാണോ? ഈ പ്രസംഗത്തിൻ്റെ നല്ല വശങ്ങളെ കാണുകയും ആ സൂചനകൾ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമെന്ന് പ്രതീക്ഷിച്ചു ആരെങ്കിലും? അങ്ങനെ ആരും പ്രതീക്ഷിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അറിയാഞ്ഞിട്ടല്ല, ശ്രീ എം പി രാജേഷിനും ശ്രീ മാത്യു കുഴൽനാടനും അറിയാം ഒരു പ്രധാനമന്ത്രിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിനപ്പുറം അദ്ദേഹത്തിന് പൊതുയോഗത്തിൽ പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഇതെല്ലാം അന്തിമമായ തീരുമാനമാണ്, ഇതാണ് ഫൈനൽ തീരുമാനം എന്നൊന്നും നമ്മൾ കരുതാൻ കഴിയുമല്ലോ. അല്ല, ഞാൻ പറയട്ടെ, കുമാർ, ഞങ്ങൾ ഒരിക്കലും പ്രധാനമന്ത്രി ഇതിലേറെ കടത്തി പറയണമെന്നല്ല പറഞ്ഞത് തന്നെ കടന്നു പോയെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതല്ലാതെ ഞാനൊരിക്കലും പ്രധാനമന്ത്രി പറഞ്ഞത് കുറഞ്ഞുപോയി ഇതിനേറെ പാകിസ്ഥാനെ വെല്ലുവിളിക്കണമെന്നല്ല അർത്ഥം വെച്ചത്. ഞാൻ പറഞ്ഞ ഇങ്ങനെ ആവേശത്തോടുകൂടി പറയുന്നത് നാളെ ഒരുപക്ഷെ ദോഷമായി വന്നേക്കാം എന്ന കാര്യമാണ് പറഞ്ഞത്. അല്ലാണ്ട് പ്രധാനമന്ത്രി ഇതിലേറെ യുദ്ധത്തെ വലിയ ഞാൻ ഇരുവരിലേക്കും തിരിച്ചു വരാം. ശ്രീ എം പി രാജേഷിലേക്ക്. ശ്രീ എം പി രാജേഷ്, പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏറ്റവും ശക്തമായി പാകിസ്ഥാനെതിരെ അദ്ദേഹം ഇപ്പോഴാണ് സംസാരിക്കുന്നത്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ ഒരുപക്ഷെ പാളിച്ചയുണ്ടായെന്നുള്ള വിമർശനമുള്ളവരുണ്ടാവാം, ഇതുവരെ ഇപ്പോൾ പറഞ്ഞത് കടന്നുപോയി എന്നുള്ള വിമർശനമുള്ളവരുണ്ടാവാം. ഇതെന്തൊക്കെ ആയാലും മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ അദ്ദേഹം ഒരു യുദ്ധത്തിലേക്ക് പോകണം അല്ലെങ്കിൽ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകണമെന്നുള്ള മുറവിളി ഉണ്ടാകുമ്പോൾ പോലും അതിന് തയ്യാറാവാതെ പക്വതയോടെയുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് അദ്ദേഹം പോയത് എന്നും ലോകരാഷ്ട്രങ്ങളെ കൃത്യമായി നിലപാട് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നും തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? ഇവിടെ ശ്രീ മാത്യു പറഞ്ഞതുപോലെ MS കുമാർ സംസാരിച്ചത് കേട്ടാൽ തോന്നുക കുറെ കൂടി യുദ്ധാസക്തിയോടുകൂടി നരേന്ദ്രമോദി സംസാരിക്കണമെന്ന് ഞങ്ങളൊക്കെ വാദിച്ചു എന്ന. അങ്ങനെയല്ല. ശ്രീ MS കുമാർ പറഞ്ഞു ഒരു പൊതുയോഗത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ പറയുക. ഞാൻ പറഞ്ഞത് അതാണ്. ഒരു പൊതുയോഗ പ്രസംഗം എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും അദ്ദേഹം ഒരു വിഷൻ ഈ പ്രസംഗത്തിൽ ഭീകരതയെയോ പാകിസ്ഥാനെയോ ഡീൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല എന്ന് തന്നെ ഞാനും പറഞ്ഞത്. അതാണ് ഞാൻ അവസാനം പറഞ്ഞത്. റിട്ടോറിക് എന്ന് പറഞ്ഞില്ലേ, ഒരു പാകിസ്ഥാൻ റിട്ടോറിക് അദ്ദേഹം ആവർത്തിച്ചു എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. എങ്ങനെയാണ് പാകിസ്ഥാനെ ഡീൽ ചെയ്യേണ്ടത്? ബഹുമുഖമായിട്ടുള്ള ഒരു തന്ത്രമാണ് അക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടം നേരിട്ട് മാത്രമല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവിടെ ISI ഉണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാൻ മിലിറ്ററി ഉണ്ട്, ഒരു ISI മിലിറ്ററി നെക്സസ് തന്നെ അവിടെ ഉണ്ട്. പിന്നെ അതുമായിട്ട് ചേർന്ന് പോകുന്ന പാകിസ്ഥാൻ ഭരണകൂടമുണ്ട്. അപ്പോൾ ഇതിനെ ഈ പല തലങ്ങളിൽ അതിനെ ഡീൽ ചെയ്യേണ്ടതാണ്, അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് സംബന്ധിച്ചൊരു പ്രത്യേകിച്ച് പുതിയ വിഷനൊന്നും അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അടങ്ങിയിരുന്നില്ല. എല്ലാം അവിടെ വെളിപ്പെടുത്തണമെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അദ്ദേഹം കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത്. ശ്രീ MS കുമാർ തന്നെ പറഞ്ഞു ഇതൊക്കെ അല്ലാതെ ഒരു പ്രധാനമന്ത്രി എന്ത് പറയും. ഞാനും പറഞ്ഞത് തുടക്കത്തിൽ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആര് പ്രധാനമന്ത്രിയായിരുന്നാലും, ശ്രീ MS കുമാർ പ്രധാനമന്ത്രിയായിരുന്നാലും, മാത്യു കുഴൽനാടൻ പ്രധാനമന്ത്രിയായിരുന്നാലും പറയുമായിരുന്ന ഏത് പ്രധാനമന്ത്രിയും പറയുമായിരുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആവർത്തിക്കുന്നില്ല. ഭീകരതയുടെ മുമ്പിൽ മുട്ടുമടക്കില്ല തുടങ്ങിയതൊക്കെ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം പ്രത്യേകിച്ചുണ്ടായില്ല എന്നേ പറഞ്ഞുള്ളൂ. അതിൽ അദ്ദേഹം ഇത്ര രോഷം കൊള്ളേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ശ്രീ കുമാർ തന്നെ ഇവിടെ പറഞ്ഞു, ലോകത്തെ ആകെ ഒപ്പം നിർത്തിക്കൊണ്ടല്ലാതെ നമുക്ക് ഭീകരതയെയും പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന ഈ ആക്രമണത്തെയും നേരിടാൻ കഴിയില്ല. ശരിയാണത്. ഇപ്പോൾ നോക്കൂ, ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ അവിടെയാണ് മോഡി സർക്കാരിൻ്റെ ആഭ്യന്തര നയത്തിൻ്റെയും വിദേശ നയത്തിൻ്റെയും പാളിച്ച കിടക്കുന്നത്. അതിലടങ്ങിയിട്ടുണ്ട്. 2 കൊല്ലത്തിനിടയിൽ 200-ലേറെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് കണക്ക്.
മറ്റൊന്ന് 150ഓളം ഇന്ത്യൻ സൈനികർക്ക് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. BJPയുടെയും സർക്കാരിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാങ്ക് ആയിരുന്നല്ലോ ഈ ദേശസുരക്ഷ എന്നത്, നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളത്. അവിടെയാണ് ഇത്രയും വലിയ പാളിച്ചകൾ അതിലാണ് സംഭവിച്ചിട്ടുള്ളത്. പത്താൻകോട്ട് മുതൽ ഉറി വരെയുള്ളതുണ്ട്. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ വാചക കസർത്ത് കൊണ്ട് മാത്രം നേരിടാൻ കഴിയുന്നതല്ല. അതിനെ നേരിടണമെങ്കിൽ ഒന്ന് ആഭ്യന്തരമായിട്ട്, നേരത്തെ മാത്യു പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു, കാശ്മീരിലെ ജനങ്ങളെ ഒപ്പം നിർത്താതെയും അവരെ വിശ്വാസത്തിലെടുക്കാതെയും നമുക്ക്